വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബ് ജ്ഞാനത്തിൻ്റെ മൂല്യവും അതിൻ്റെ ഉറവിടവും അന്വേഷിക്കുന്നു. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വെള്ളി, സ്വർണം തുടങ്ങിയ വിലയേറിയ ധാതുക്കൾ എങ്ങനെ കണ്ടെത്തുന്നു എന്ന് വിശദീകരിക്കുന്നതോടൊപ്പം ജോബ് ചോദിക്കുന്നു, ജ്ഞാനം എവിടെയാണ്? അവിടുന്ന് മനുഷ്യനോട് പറഞ്ഞു, ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ്, തിന്മയിൽ നിന്ന് അകലുന്നതാണ് വിവേകം. ജോബ് 28-28 ജോബ് തൻ്റെ പഴയ ദിനങ്ങളെ ഓർക്കുന്നു. ദൈവം തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാലം, സമൂഹത്തിൽ ആദരിക്കപ്പെട്ടിരുന്ന കാലം, നീതിയോടെ ജീവിച്ചിരുന്ന കാലം. അദ്ദേഹം ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും അനുഭവിച്ചിരുന്ന കാലത്തെക്കുറിച്ച് സ്നേഹത്തോടെ പറയുന്നു. അദ്ദേഹം ദരിദ്രർക്കും അനാഥർക്കും നീതി പുലർത്തിയിരുന്നു. വൃദ്ധരും പ്രഭുക്കന്മാരും അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. ഇത് ജോബിൻ്റെ നീതിയുള്ള ജീവിതത്തിൻ്റെ തെളിവാണ്. ഞാൻ കുരുടന് കണ്ണുകളും മുടന്തന് കാലുകളുമായിരുന്നു. ദരിദ്രർക്ക് ഞാൻ പിതാവായിരുന്നു. എനിക്ക് അപരിചിതനായവൻ്റെ വ്യവഹാരം ഞാൻ നടത്തി. ജോബ് 29-15-16 ജോബ് തൻ്റെ ദുഃഖം, അപമാനം, ഒറ്റപ്പെടൽ എന്നിവയെക്കുറിച്ച് ഹൃദയഭേദകമായി വിവരിക്കുന്നു. പഴയകാലത്ത് ആദരിക്കപ്പെട്ടിരുന്ന ജോബ് ഇപ്പോൾ താഴ്ന്നവരുടെ പരിഹാസം ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം ശാരീരിക വേദനയും ആത്മവേദനയും അനുഭവിക്കുന്നു. ദൈവം തന്നെ ഉപേക്ഷിച്ചുവെന്ന് തോന്നുന്നു. ദൈവം ഉത്തരം നൽകുന്നില്ല. വേദന വർദ്ധിക്കുന്നു, ആശ്വാസമില്ല. ജോബ് തൻ്റെ നീതിയുള്ള ജീവിതം ഓർക്കുന്നു. പക്ഷേ ഇപ്പോൾ തകർച്ചയും നിന്ദയും മാത്രമാണ് അവൻ്റെ അനുഭവം. ദുഃഖകാലത്ത് ദൈവം മൗനമായിരിക്കാൻ ഇടയുണ്ട്, പക്ഷേ അവൻ ഉപേക്ഷിക്കുന്നില്ല. മനുഷ്യൻ്റെ ആദരവും സ്ഥാനങ്ങളും താൽക്കാലികമാണെന്നും ദൈവത്തോട് തുറന്ന ഹൃദയത്തോടെ സംസാരിക്കുക എന്നതുമാണ് ജോബിൻ്റെ മാതൃകയായി നാം സ്വീകരിക്കേണ്ടത്. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമീൻ.